എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളുടെ ലൈവ് ട്രേഡിംഗ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ട്രെയിനിങ് സെഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ലേൺ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കോഴ്സസ്, ഒരുപാട് ട്രെയിനിങ് കോഴ്സസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഒരുപാട് തിയറിറ്റിക്കൽ നോളജ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് സെഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ VIP ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഓൾമോസ്റ്റ് 3-4 ട്രെയിനിങ് സെഷൻസ് ഒക്കെ എടുത്തിട്ട് ലക്ഷങ്ങളോളം രൂപകളൊക്കെ ചെലവഴിച്ചിട്ട് വന്നിരുന്നിട്ട് പോലും അവർക്ക് ഒരു ട്രേഡ് പോലും അവർക്ക് സ്വന്തമായിട്ട് എടുക്കാനോ ലോസ് ഇല്ലാതെ കൊണ്ടുപോകാനോ അവർക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രെയിനിങ് സെഷൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിഗ്നൽ മാത്രം കൊടുക്കുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് നമ്മുടെ VIP ചാനലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്ന സമയത്തായാലും ഒരു സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ലൈവ് മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക, നമ്മൾ ചാർട്ട് അനാലിസിസ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒരു സിഗ്നൽ ഒക്കെ ചെല്ലുന്ന ഒരു എക്സാക്ട് ടൈം ഒന്നും നമ്മൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ കുറെ സമയം ടെലഗ്രാമിൽ എപ്പോഴും തന്നെ അവൈലബിൾ ആയിരിക്കണം, വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നോക്കണം. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് ഒക്കെ പലർക്കും മിസ്സായി പോകാറുണ്ട്. കാരണം ആരും ഫുൾ ടൈം ട്രേഡേഴ്സ് കാര്യങ്ങളല്ല, അവരെല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് അതിലുണ്ട്. നമ്മളാണെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു സിഗ്നൽ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ടെലഗ്രാം ചാനലിനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതൊരാൾക്ക് മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റൊരു സിഗ്നലോ കാര്യങ്ങളോ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, സ്ട്രാറ്റജി ഒന്ന് പഠിപ്പിക്കുമോ എന്നുള്ളത്, തനിയെ ട്രേഡ് എടുക്കാൻ വേണ്ടി. ഇത് 24 hours മാർക്കറ്റ് ആണ്, മൺഡേ ടു ഫ്രൈഡേ. നമ്മൾ ഗോൾഡിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ട്രെയിനിങ് സെഷന്റെ ഒരു ഇന്റൻഷൻ തന്നെ എന്ന് പറയുന്നത് ഒരാളെ ഒരു പെർഫെക്റ്റ് ട്രേഡർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരാൾ ഒരു പെർഫെക്റ്റ് ട്രേഡർ ആയി മാറുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് ആ മാർക്കറ്റ് നന്നായി അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത് ഇന്നത്തെ എന്ത് തരത്തിലുള്ള ഒരു മാർക്കറ്റാണ്, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന മാർക്കറ്റാണോ, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ട്രേഡ് മാർക്കറ്റിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ അയാൾ ഒരു അനലൈസർ ആയതിനു ശേഷം മാത്രമാണ് അയാൾക്ക് ഒരു ട്രേഡർ ആകാനായിട്ട് സാധിക്കുക. ലക്ഷങ്ങളോളം രൂപ മുടക്കി ഒരുപാട് ട്രെയിനിങ് സെഷൻസ് എടുത്ത ആളുകൾക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ആണ്. അവർക്കറിയില്ല, അവർ കൂടുതലും പഠിച്ചിരിക്കുന്നത് തിയററ്റിക്കൽ നോളജ് ആണ്. നമുക്ക് ട്രേഡിങ്ങിൽ ഒരിക്കലും ഒരുപാട് തിയററ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ട്രേഡ് എടുക്കാൻ പറ്റണം. അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ട്രേഡ് എടുക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ആ ട്രേഡ് എടുത്തിട്ടുള്ളത്, എവിടെയാണ് എനിക്ക് അതിന്റെ SL വെക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ റിസ്ക് മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ തനിയെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ തനിയെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ സമയത്തിന്, അതായത് നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളുടെ സമയത്തിന് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഒരു ട്രേഡറെ സംബന്ധിച്ച് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് പ്രോപ്പർ ഒരു സർവീസോ കാര്യങ്ങളോ ഒന്നും എവിടുന്നും കിട്ടാനില്ല. ഒരുപാട് സിഗ്നൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അതിലൊക്കെ ഈ പറയുന്ന ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അവർ പറയുന്ന അതേപടി നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ട്രെയിനിങ് സെഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് തിയററ്റിക്കൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കില്ല. ഞാൻ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഞാൻ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യുകയും സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷൻ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും 1-to-1 സെഷൻ ആണ്, ഇൻഡിവിജ്വൽ ട്രെയിനിങ് സെഷൻ ആണ് നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ ഇതിലേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു മന്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരുപാട് ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഒരുപാട് ആളുകളെ ഒരുമിപ്പിച്ചെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുന്ന രീതികൾ ഡിഫറെന്റ് ആണ്. തനിയാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ഡൗട്ട്സ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് ക്ലാരിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെയധികം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. ഓരോരുത്തർ വന്നു പോകുന്ന അതിനുശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് ആളുകളെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിനൊരു പ്രത്യേക ഡ്യൂറേഷൻ ഇല്ല, ഇത്ര സമയം കൊണ്ട് തീരുമെന്നില്ല. കാരണം ഓരോരുത്തർ മനസ്സിലാക്കുന്ന രീതി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അവരെന്നാണോ ഒരു കോൺഫിഡന്റ് ആയിട്ട് എനിക്ക്
തനിയെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവരുതായിട്ട് മാറുന്ന ആ ഒരു സമയമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അതായത് ഒരു പെർഫെക്റ്റ് ട്രേഡർ ആയി മാറുന്നിടം വരെ നമ്മളുടെ ഒരു സപ്പോർട്ട് അവർക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ VIP ചാനലിലുള്ള സിഗ്നൽസ് ഒക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് അത് പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഏതൊരു സാധാരണ ആളുകൾക്കും സാധാരണക്കാരായ ഒരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഒറ്റ സ്ട്രാറ്റജിയിൽ പല രീതിയിൽ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം മാർക്കറ്റ് ഒരുപാട് ഹൈയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് സെൽ എടുക്കുക, ഒരുപാട് ഡൗണിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ബൈ എടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലേ പോലും നമ്മൾ ട്രേഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയേക്കാം. അതിനർത്ഥം നമ്മളൊരു നല്ല ട്രേഡർ ആയി മാറി എന്നുള്ളതല്ല. പിറ്റേ ദിവസം തന്നെ നമ്മൾ അടുത്ത ട്രേഡ് എടുത്ത് നമ്മൾ അത് ലോസിലേക്കും പോകും. നമ്മൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് ട്രേഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് എൻട്രി ഉണ്ടായിരിക്കണം. അതായത് ഒരു മാർക്കറ്റ് നോക്കി ഇപ്പം പോകുന്ന ഒരു 24 hours പോകുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പോകുന്ന എല്ലാ ട്രേഡ്സും നമുക്കുള്ളതല്ല. നമ്മളുടേതായ ഒരു പെർഫെക്റ്റ് എൻട്രിക്കായിട്ട് നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് എൻട്രി എടുത്ത് ഒരു പെർഫെക്റ്റ് SL വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ട്രേഡറായി മാറുന്നത്. പലപ്പോഴും പല തെറ്റിദ്ധാരണകളും ഈ ട്രേഡിങ്ങിനെ കുറിച്ചുണ്ട്. ഒരുപാട് ട്രേഡ്സ് എടുക്കുക, കുറേ ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡറായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. കുറേ സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ചുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഒരു 60-65% ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ പോലും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു 95% നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാം എന്നുള്ളതാണ്. ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഗ്രീഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പേഷ്യൻസ് ഇല്ലായ്മ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓവർ ട്രേഡ്സ് നമ്മൾ എടുക്കും. എപ്പോഴും നമ്മളുടെ ഒരു ആർത്തിയാണ് നമ്മളെ എപ്പോഴും ലോസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയാൽ നമുക്ക് വീണ്ടും കൂടുതൽ വേണം. അപ്പോൾ ഒരു പെർഫെക്റ്റ് ട്രേഡ് ഡെയിലി നമുക്ക് ഒരു ട്രേഡ് എടുത്താൽ മാത്രം മതിയാവും. അതിൽ കൂടുതൽ ട്രേഡ്സ് മാക്സിമം ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ട്രേഡ് മാക്സിമം ഒരു 2 ട്രേഡ്സ് മാത്രമേ നമ്മൾ ഒരു ഡേ എടുക്കാൻ പാടുള്ളൂ. ഇനി മാർക്കറ്റ് നമുക്ക് അത്രയും അനുകൂലമല്ല, നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണെങ്കിൽ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിലും യാതൊന്നും സംഭവിക്കില്ല. നമ്മൾ ലോസുകൾ വാങ്ങി കൂട്ടുന്നതിനേക്കാളും നല്ലത് നമ്മളൊന്ന് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ്. വളരെയധികം നമുക്ക് റിസ്കിനെ മാനേജ് ചെയ്യാൻ കഴിയണം. നമ്മളിപ്പോൾ ഒരു ട്രേഡർ ആകാന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് കൂടുതൽ പ്രോഫിറ്റ് എടുക്കുകയും ലോസ് വരുന്ന സമയത്ത് അതിനെ മാക്സിമം കുറയ്ക്കാനുള്ള ഒരു ഇത് കൂടി ഉണ്ടെങ്കിലാണ് നമ്മളൊരു നല്ല ട്രേഡർ ആയിട്ട് മാറുന്നത്. പലപ്പോഴും പല ട്രെയിനിങ് സെഷൻസ് കൂടിയിട്ടും ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് പലരും പല ട്രെയിനിങ് സെഷൻസും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ ഗ്രൂപ്പുകൾ പോലും ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്. ഞാൻ ഒരുപാട് ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. എൻ്റെതായ രീതിയിൽ വർഷങ്ങളുടെ ഒരു എഫേർട്ട് കൊണ്ട് വളരെ വലിയ ഹ്യൂജ് ലോസുകൾക്കൊക്കെ ശേഷമാണ് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുകയും നമ്മളുടേതായ ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു തുടങ്ങും. ഒരു 5 yearsന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മളൊരു സിസ്റ്റമാറ്റിക്കലി ഒരു ട്രേഡ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നമ്മളൊരു 1 year ആണ് അതിന്റെ ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനായിട്ട് പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളാണ്, അതായത് ഞാനായിട്ട് പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളും സ്ട്രാറ്റജിയും ഒക്കെയാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ നമ്മുടെ ക്ലയൻസിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 100% ആക്യുറസി സ്ട്രാറ്റജിക്ക് ഉണ്ട് എന്ന് പറയുന്നില്ല. അത്തരം ഒരു ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കില്ല. ഈ ഒരു സ്ട്രാറ്റജിക്കുള്ളിൽ തന്നെ ഒരു 90-95% ആക്യുറസി ആണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഉള്ളത്. കാരണം നമ്മുടെ സിഗ്നൽസ് നമ്മൾ അതുപോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ചില ട്രേഡ്സ് പോകാറുണ്ട്, ചില ട്രേഡ്സ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ ലോസുകൾ വരുമ്പോഴും ഓരോ ലോസുകളും നമുക്ക് ലേൺ ചെയ്യാനുള്ള നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ലോസുകളും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, വീണ്ടും അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഈ രീതിയിലാണ് നമ്മളുടെ ഒരു ട്രെയിനിങ് സെഷൻ പോകുന്നത്. പക്ഷെ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് തനിയെ ആരുടെയും സഹായമില്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് ട്രേഡർ ആകാനായിട്ട് സാധിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ വ്യക്തിയെ അത്രയും ഒരു ട്രേഡർ ആക്കി മാറ്റുന്നോടം വരെയുള്ള സപ്പോർട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ട്രെയിനിങ് സെഷൻസ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മുടെ ഗോൾഡിന്റെ സിഗ്നൽസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി 1 സിഗ്നൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻ
ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് അതിലും കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.